വളരെ വിചിത്രമായ മറ്റൊരു സംഭവം, വി ഡി സതീശൻ ഈ സമരത്തിൻ്റെ ഒപ്പം അവസാനമാണ്. ആദ്യമൊന്നും കോൺഗ്രസ് ഒരു ശക്തിയായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സമരം ബി ജെ പിയുമായിട്ടുള്ള ഒരൊത്തു ചേർന്നുള്ള ഒന്നാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും അവസാന ഘട്ടം അവർക്ക് ഡൽഹിയിൽ നടന്ന ഈ വിദ്യാർത്ഥി വേട്ട, യുവജന വേട്ടയോടെ നിൽക്കക്കള്ളിയില്ലാതൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരും രംഗത്തിറങ്ങിയിട്ടുള്ളത്. നല്ലത് തന്നെയാണ്. ഇപ്പോഴിന്ത്യ കൂട്ടുകെട്ടെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ഇന്നലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ മാർച്ചായിട്ട് പോയി പ്രതിജ്ഞ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു. നല്ലത് തന്നെയാണ്. പക്ഷെ വിചിത്രമായ കാര്യം, വി ഡി സതീശൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ആദ്യത്തെ തന്നെ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി കേരളത്തിലെത്തിയപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്ന അതേ നിലപാട് ഇവിടെയും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്ന ശ്രമം ഒരിക്കലും കേരളം അംഗീകരിക്കുന്നതല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഗായകൻ വേടൻ, റാപ്പർ ഗായകനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വേടനെ. വേടൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതാവിൻ്റെ ഒപ്പം നിന്ന് സമരം നടത്തുക, നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പിന്മാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ സമരത്തിൽ പങ്കാളി തന്നെയാണ്. പക്ഷെ ഇവിടെ വന്ന് വേടൻ മാത്രമല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ തന്നെ ഫുട്ബോൾ മേഖലയിൽ ശ്രദ്ധേയനായ സി കെ വിനീത്, അതുപോലെ തന്നെ ഗായകൻ അലോഷി, എഴുത്തുകാരി നവമി, വേടൻ്റെ ഭാര്യയാണ്, തുടങ്ങിയവർക്കെല്ലാം എതിരായി ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആളുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികരണത്തോടൊപ്പം പ്രായോഗികമായിട്ട് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാട്ടുപാടിയതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. രാഷ്ട്രീയ വിലയിരുത്തൽ കഴിഞ്ഞ 2 മാസക്കാലം UDF അധികാരത്തിൽ വന്ന് അതിനുശേഷമുള്ള 2 മാസക്കാലം പൊതുവായിട്ട് വിലയിരുത്തിയാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധം BJPയുടെ നയങ്ങളുമായി UDF സർക്കാർ മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. BJPയുമായുള്ള UDFൻ്റെ ബന്ധം അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് നൽകിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവർക്ക് ഈ വിജയമുണ്ടാക്കാനായത് എന്ന് ഞങ്ങൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിപ്പോഴും ആ ബന്ധം തുടരുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം ഇട നൽകാത്ത LDFൻ്റെ ഭരണകാലം എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നാൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് BJPയും അതിൻ്റെ ഒപ്പം തന്നെ മിക്കവാറും ചേർന്നുകൊണ്ട് UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ സംഘർഷങ്ങൾ UDFൻ്റെ കാലത്ത് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും UDFൻ്റെയും
മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും ഒരേ രീതിയിൽ സ്വരൂപിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന കാവ്യവൽക്കരണ നടപടികളെ നമുക്ക് എതിർക്കാതിരിക്കാൻ സാധിക്കുന്നതല്ല. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല.